Hello everyone, welcome to Cultiver 2K23. This is a workshop conducted in Naipunnya School of Management, Cherthala, and this program is organized by Commerce and Management Association and it is directed by Nature Club. Cultiver 2K23 എന്ന പ്രോഗ്രാം നൈപുണ്യ കോളേജിലെ നേച്ചർ ക്ലബ് മെമ്പേഴ്സ് നിങ്ങളിലേക്ക് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. Cultiver. എന്താണ് Cultiver? As we all know, eco എന്ന് വെച്ചാൽ പ്രകൃതിയും cultiver എന്ന് വെച്ചാൽ കൃഷിയും എന്നാണ്. ഈ രണ്ട് വാക്കിന്റെ കോമ്പിനേഷനാണ് Cultiver. നമ്മുടെ പ്രവൃത്തി കൊണ്ട് വരും തലമുറയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? പലർക്കും അറിയായിരിക്കും, ബട്ട് ദേ ആർ നോട്ട് അറ്റ് ഓൾ കൺസേൺഡ് അബൌട്ട് ഇറ്റ്. ഇന്നത്തെ കാലത്ത് വഴിയിൽ ഒരു മനോഹരമായ ചെടിയോ പൂവോ നിൽക്കുന്നത് കണ്ടാൽ അത് പറിക്കാൻ കാണിക്കുന്ന തിടുക്കം ആരും അത് നടാൻ കാണിക്കുന്നില്ല. എന്തുകൊണ്ട്? നമ്മുടെ പഴമക്കാരിൽ നിന്നും നമുക്ക് പകർന്ന ഒരു വാചകമാണ് ഒരു മരം വെട്ടിയാൽ പകരം വേറെ 2 മരം നടണമെന്നുള്ളത്. ഈ ഒരു ജനറേഷന് ഇതൊരു ക്ലീഷേ ഡയലോഗ് ആയിരിക്കാം, ബട്ട് ടു ബി ഓണസ്റ്റ് ദിസ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫേസ് ഇൻ ഓൾ അവർ ലൈഫ്സ്. നമ്മുടെ സമൂഹത്തിൽ കുഞ്ഞുമക്കൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർ എളുപ്പത്തിന് വേണ്ടി മാർക്കറ്റിൽ നിന്നും കിട്ടുന്ന പെസ്റ്റിസൈഡ്സും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും അടിച്ച പച്ചക്കറികളാണ് വാങ്ങിച്ചു കഴിക്കുന്നത്. ഈ എളുപ്പവഴി തേടി പോകുമ്പോൾ ആയുസിൻ്റെ അളവ് കുറയുന്നത് ആരും അറിയുന്നില്ല. ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം, ആസ് എ സെഡ് ബിഫോർ, വി ആർ നോട്ട് അറ്റ് ഓൾ കൺസേൺഡ് അബൌട്ട് ദിസ് ടോപ്പിക്. സോ ഇത് കോളേജിൽ ഒരു ആക്ടിവിറ്റി കാണിക്കാൻ വേണ്ടി മാത്രമായിട്ടല്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ കാണുന്ന ഒട്ടുമിക്ക പ്രേക്ഷകർക്കും വേണ്ടി ഒരു അവയർനെസ് കൂടി തരാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. Cultiver 2K23 എന്ന പ്രോഗ്രാം നൈപുണ്യ കോളേജിലെ നേച്ചർ ക്ലബ് മെമ്പേഴ്സായ സ്റ്റുഡൻസ് ഇതാദ്യമായി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കോളേജിൽ ആദ്യമായി ഓർഗാനിക് ഫാമിന് ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പ്രസന്നൻ ചേട്ടനാണ് വന്നിരിക്കുന്നത്. പ്രസന്നൻ ചേട്ടൻ ഞങ്ങളുടെ കോളേജിലെ കൃഷിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരു ഗാർഡനറാണ്. അപ്പോൾ ഇനി നമുക്ക് പ്രസന്നൻ ചേട്ടനെ ഇൻവൈറ്റ് ചെയ്യാം. പിന്നെ യൂറിയ, മീസിയ ഉണ്ട്, പിന്നെ ചരിച്ചോറും മണ്ണുണ്ട്. ഇത് കുറേശ്ശെ ഇതിനകത്ത് ചേർക്കണം. അതായത് നമുക്ക് ഉറുമ്പൊക്കെ വരുമല്ല, അതൊക്കെ ഉറുമ്പൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പൊട്ടാസ്യം ചേർക്കുന്നത്. അപ്പം ഇത് എല്ലാത്തിലും ഇത് കുറേശ്ശെ മിക്സ് ചെയ്യും. പൊട്ടാസ്യം, മഗ്നീഷ്യം, യൂറിയ, അത് 3 കൂടെ മിക്സിങ് ആണ്. അത് കുറേശ്ശെ നമുക്ക് ചെയ്തിട്ടാണ്. ഇത് പെരട്ടണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വിത്ത് മുളപ്പിക്കാൻ ഇടാം. അതിന് ഡ്രോയിൽ ഒരു ശകലം ഇടുക ആദ്യം. അത് കഴിഞ്ഞ് പകുതിക്ക് കൊണ്ടുപോയി ചാണകം എടുത്തിട്ട് കൈക്ക് തന്നെ തിരുമ്മി, അല്ലെങ്കിൽ എന്തിനെങ്കിലും ഇടിച്ച് പൊടിച്ച് ഓരോരോ ഗ്രൂപ്പ് മസായിരിക്കുമെന്ന്. അല്ലെങ്കിൽ ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ പറഞ്ഞ എക്കോ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്, ഈ വിത്ത് മുളപ്പിക്കുന്ന പരിപാടി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെയ്തിരിക്കുന്നതിൻ്റെ പ്രധാന ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഏറെക്കുറെ പേർക്ക് അറിയത്തില്ല എങ്ങനെയാണ് വിത്ത് മുളപ്പിക്കേണ്ടതുള്ളത്. ഓക്കെ, നമ്മളെല്ലാവരും ഓർഗാനിക് ഫാർമിങ്ങിനെ കുറിച്ചൊക്കെ ആണെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളെപ്പോഴും ഇരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിലാണ് നമ്മൾ എന്താ പറയുക, നമ്മുടെ പ്രിയങ്കനായിട്ടുള്ള പ്രസന്നൻ ചേട്ടൻ ഇവിടുത്തെ ഗാർഡനറാണ്. പിള്ളേരെയൊക്കെ അറേഞ്ച് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു പ്രൊസീജിയർ പുറകെ നടക്കുന്നുണ്ട്. അപ്പം അതിനോടൊപ്പം തന്നെ നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള പേരെ ഐശ്വര്യ, സൂരജ്, അസ്ലം, അതേപോലെ തന്നെ റംസിയ, അനഹ എല്ലാവരും ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിൽ ഇതിന് ആരംഭം കുറിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട മെഹനയും സാമ്പിളും അതിൻ്റെ പിന്നാമ്പറം ഇതിന് ചുക്കാൻ പിടിച്ചത്. കുറേ ദിവസങ്ങളായിട്ടുള്ള ഒരു പോരാട്ടമാണ്. കുറേ പിള്ളേർ ഇതെല്ലാം ഒക്കെ അക്യുമുലേറ്റ്, നമ്മളൊരു 10 പൈസ പോലും എന്താ പറയുക വെളിയിൽ നിന്ന് എടുക്കാതെ നമ്മുടെ കോളേജിലുള്ള റിസോഴ്സ് വെച്ചുകൊണ്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് മുഴുവൻ. ഓക്കെ, ഒരു നല്ല കാര്യം തന്നെയാണ്. ആദ്യം എന്ന രീതിയിൽ ഈ വിത്ത് നടലിൽ നല്ലൊരു ഇനീഷ്യലായിട്ട് നമുക്ക് തുടങ്ങട്ടെ. വരും വർഷങ്ങളിൽ ഇതിലും നല്ല പ്രോഗ്രാമുകൾ നിങ്ങൾ ചെയ്യണം. സാന്ദ്ര മെഹനെ ഏറ്റെടുത്ത പോലെ നിങ്ങൾ റെസ്പോൺസിബിലിറ്റി അവിടെ പോയി സാറിൻ്റെ അടുത്ത് ഏറ്റെടുത്ത് പരിപാടി നടത്തി വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് നേച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാനായി പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക.